പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണ കമ്പനി വരും. എതിർപ്പുന്നയിച്ച CPI, RJD പാർട്ടികളോട് പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകാനാകില്ലെന്ന് മുഖ്യമന്ത്രി കടുപ്പിച്ചു പറഞ്ഞതോടെ ഘടകകക്ഷികൾ വഴങ്ങി. മുന്നണിയിലെ മറ്റ് 9 പാർട്ടികളും അനുകൂലിച്ചതോടെ CPIയും RJDയും നിസ്സഹായരായി. CPI ആസ്ഥാനമായ MN സ്മാരകത്തിൽ 3 മണിക്കൂറിലേറെ നീണ്ട അസാധാരണ ചർച്ച. മുഖ്യമന്ത്രി തീരുമാനിക്കുകയും മുന്നണി അനുസരിക്കുകയും ചെയ്യുന്നത് അംഗീകരിക്കാനാകില്ലെന്ന നിലപാടുണ്ടായിട്ടും മദ്യക്കമ്പനിയുടെ കാര്യത്തിൽ തീരുമാനം മാറ്റിക്കാൻ CPIക്ക് ആയില്ല. കുടിവെള്ള പ്രശ്നവും കൃഷിനാശവും ചൂണ്ടിക്കാട്ടി CPIയും RJDയും പദ്ധതിയെ എതിർത്തെങ്കിലും മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ എല്ലാം അടങ്ങി. മന്ത്രിസഭ എടുത്ത തീരുമാനമാണെന്നും അതിൽ നിന്ന് പിന്നോട്ട് പോകാനാകില്ലെന്നും മുഖ്യമന്ത്രി കടുപ്പിച്ചതോടെ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ ഇടതുമുന്നണിയിൽ സമവായം. ഘടകകക്ഷികൾ ഉന്നയിച്ച ആശങ്കകൾ പരിഹരിച്ചു പോകുമെന്ന് പിന്നീട് മാധ്യമങ്ങളെ കണ്ട LDF കൺവീനർ. പല ആശങ്കകൾ ഇത് സംബന്ധിച്ച് ഉയർത്തി വന്നിട്ടുണ്ട്. കുടിവെള്ളത്തെ ബാധിക്കുമോ, കൃഷിയെ ബാധിക്കുമോ? ഒരു തരത്തിലും കുടിവെള്ളത്തെയും കൃഷിയെയും ബാധിക്കാത്ത നിലയിലായിരിക്കണം ഇതുപോലുള്ള പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട്. ഈ കാര്യത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പ്രശ്നത്തിൽ വ്യക്തത വരുത്തി മുമ്പോട്ട് പോകുക. ഘടകകക്ഷികളെ അനുനയിപ്പിച്ചതിന് പിന്നാലെ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ച എക്സൈസ് മന്ത്രി MP രാജേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മദ്യക്കമ്പനി വിഷയത്തിൽ സംവാദത്തിന് ക്ഷണിച്ചിട്ടും പ്രതിപക്ഷ നേതാവോ രമേശ് ചെന്നിത്തലയോ തയ്യാറാകാത്തതിന് മന്ത്രിയുടെ പരിഹാസം. വെല്ലുവിളി ഏറ്റെടുക്കുന്നതിന് പകരം ആളെ അയക്കാമെന്ന് പറയുന്നത് എന്ത് മര്യാദയാണെന്ന് MP രാജേഷ് ചോദിച്ചു. എല്ലാവരും ഒരുമിച്ച് വന്നാലും വിരോധമില്ലെന്നാണ് മന്ത്രിയുടെ വെല്ലുവിളി. എലപ്പുള്ളിയുടെ കാര്യത്തിൽ ഘടകകക്ഷികളെ വരച്ച വരയിൽ നിർത്തിയെങ്കിലും സ്വകാര്യ സർവകലാശാല ബില്ലിൽ കൂടുതൽ ചർച്ച വേണമെന്ന ആവശ്യത്തെ CPMും അംഗീകരിച്ചു. സാമൂഹ്യനീതിയും ഫീസും ബില്ലിൽ വ്യക്തമായി ഉണ്ടാകണമെന്ന് RJDയും CPIയും മുന്നണി യോഗത്തിൽ ആവശ്യപ്പെട്ടു. കിഫ്ബി റോഡുകളിലെ ടോൾ പിരിവിലും കൂടുതൽ ചർച്ച നടത്തി മാത്രം മുന്നോട്ട് പോകാനാണ് ഇടതുമുന്നണി തീരുമാനം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.